ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മറ്റുള്ളവരുടെ വഴി മുടക്കുന്നവർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, വിശുദ്ധര് ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്, ആധ്യാത്മിക ഗുരുക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ വഴി തടയുകയോ വഴി മുടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാവുന്നത് എന്താണ്? മലയാളത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി പൊട്ടി അടയ്ക്കപ്പെട്ടു. ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വഴി മുടക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 12 സംഭവങ്ങൾ ഓർക്കുകയാണ്. ഒരു ഗ്രാമം എന്നതുപോലെ ഒരു സ്ഥലം, ഏതാനും ഫാമിലീസ്, 10-12 ഫാമിലിയെങ്കിലും അവിടെയുണ്ട്. ഇനി അവിടേക്ക് പോകണമെങ്കിൽ ഒരു വഴി, ആ വഴിക്കുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വഴി അടയപ്പെട്ടു. ഒരു ഓട്ടോറിക്ഷ പോലും കയറിപ്പോകാത്ത രീതിയിൽ ആ വഴി ബ്ലോക്ക്ഡായി. അതിൻ്റെ കാരണം പറഞ്ഞത് ഒരു വീട്ടുകാർ അവർ മതിൽ പണിതാ. മതിൽ മര്യാദയ്ക്ക് പണിതെങ്കിൽ ആ ഓട്ടോ കയറി പോയിക്കൊണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് ഈ ഗർഭിണികളുടെ വയറ് കിടക്കുന്നത് പോലെ ആ പുറത്തോട്ട് ഉന്തി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഓട്ടോയ്ക്ക് പോലും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അദ്ദേഹം അവരങ്ങനെ അങ്ങോട്ട് എളുപ്പത്തിൽ പോകണ്ട വരണ്ട എന്നുള്ള ആ ഒരു ചിന്തയിൽ ആ സ്ഥലത്ത് താമസിച്ചിരുന്നവർക്ക് ഒരു പണി കൊടുത്തതാണ് ഈ രീതിയിൽ ഒരു മതിൽ കെട്ടിയത്. വേറൊരാളുടെ കാര്യം പറഞ്ഞതും അവരുടെ അപ്പുറത്തുള്ള നെയ്ബേഴ്സിന് ഇവരുടെ ഫ്രണ്ടിൽ കൂടിയാണെങ്കിൽ ഈസി ആയിട്ട് പോകാമായിരുന്നു, എളുപ്പത്തിൽ മെയിൻ റോഡിലേക്ക് കയറാം. പക്ഷെ പുള്ളി വിടത്തില്ല, അതിനുള്ള വഴി കൊടുക്കത്തില്ല. പുള്ളി പറയണത് അങ്ങനെ ഞെളിഞ്ഞ് എൻ്റെ മുമ്പിൽ കൂടെ അങ്ങ് പോകണ്ട, കുറേ കൂടി ഇച്ചിരി വളഞ്ഞ് തിരിഞ്ഞാണെങ്കിലും അവർക്ക് പോകാമല്ലോ. ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ. എന്നാൽ ഇവർ വേണേ ഡെയിലി കുർബാനയ്ക്ക് പോകും, പ്രാർത്ഥനയുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ അത് വിടത്തില്ല. ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹം ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിച്ചൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദിവസേന പള്ളിയിൽ പോവുകയും കുർബാനയിൽ പങ്കെടുക്കുകയും സന്ധ്യാപ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, എന്നാൽ അവർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുക, മറ്റുള്ളവരുടെ വഴി അടയ്ക്കുക, മറ്റുള്ളവർക്ക് ഭാരമായി മാറുക, ഇതൊക്കെ നേരം പോക്കായി കാണുന്നവരുണ്ടെന്ന്. ഇനി അങ്ങനെയുള്ളവരെക്കുറിച്ച് ഫ്രാൻസിസ് മാർപാപ്പ സൂചിപ്പിച്ചൊരു കാര്യം കണ്ണിച്ചോരയില്ലാത്തൊരു പ്രയോഗമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെക്കാൾ ഭേദം നിരീശ്വരവാദികളാണ്. നമുക്കറിയാമല്ലോ, നിരീശ്വരവാദികളെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് കാണാറുള്ളത്, സഭ എങ്ങനെയാണ് കാണാറുള്ളത്. ഇവിടെ മാർപ്പാപ്പ പറയാണ്, നിങ്ങൾ ഈ കണ്ട ആത്മീയ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഒപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ വഴി അടയ്ക്കുകയോ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ഭാരമാവുകയോ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയോ ചെയ്യുമ്പോൾ നിരീശ്വരവാദികളെക്കാൾ താഴ്ന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തള്ളിവിടുകയാണ്. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നമുക്ക് ദൈവമക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഭൂഷണമാകുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ഇത് നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്രിസ്തീയ ജീവിതം അതുമായി ചേർന്ന് പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം 2 കൊരിന്തോസ് 6:3 വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പൗലോസ് പറയാണ്, ഞങ്ങൾ ആർക്കും ഒരു പ്രതിബന്ധമാകില്ല. അതിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നു, ആർക്കും ഒരു പ്രതിബന്ധമാകാതിരിക്കാൻ. ഇംഗ്ലീഷിൽ പറയും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. വേണമെങ്കിൽ നടന്നുകൊണ്ടിരുന്നവരുടെ വഴി തടയാനായിട്ട് അവിടെ ഒരു ഭിത്തി കെട്ടി അല്ലെ വേലി കെട്ടി ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആക്കാൻ പറ്റും. പൗലോസ് പറയാണ്, അങ്ങനെ ആകാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 8-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. 2 തെസ്സലോനിക്ക 3:8 ഞങ്ങൾ ആർക്കും ഭാരമാകാതിരിക്കാൻ പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കും. ഭാരമാകാതിരിക്കാൻ, മറ്റുള്ളവരുടെ ഭാരം വഹിക്കാനുള്ള വിളി ലഭിച്ചവരാണ് ക്രിസ്ത്യാനികൾ, അല്ലാതെ മറ്റുള്ളവർക്ക് ഭാരമാകേണ്ടവരല്ല. പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. വെറുതെ മറ്റുള്ളവർ അധ്വാനിച്ചത് കൊണ്ട് വെറുതെ ഇരുന്ന് ഫുഡടിക്കുന്ന, അവർക്ക് ഭാരമാകുന്ന ഒരു കാര്യം ഒരിക്കലും ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പൗലോസ് പറയുന്നത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. 3-ാമത്തെ കാര്യമാണ് ആരോടും അളവ് വിട്ട് പെരുമാറരുത്. ഇതും നാം ശ്രദ്ധിക്കുന്നെങ്കിൽ പല അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പ്രഭാഷകൻ 33:30 വചനം എടുക്കുമ്പോൾ ആരോടും അളവ് വിട്ട് പെരുമാറരുത്, ആരോടും അളവ് വിട്ട് അടുക്കരുത്. മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും അവരുടെ ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അവർക്കൊരു ഇൻറ്റിമസി ഉണ്ടാകണം, സൗഹൃദം, നല്ല സൗഹൃദം അവർക്കുണ്ടാകണം. പക്ഷേ അവർ ഡിസ്റ്റൻസ് പാലിക്കേണ്ടടുത്ത് ഡിസ്റ്റൻസ് പാലിക്കണം. മക്കൾ പറയുന്ന എല്ലാ കാര്യത്തിലും യേസ് പറയാനായിട്ട് ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പറ്റില്ല. അതെങ്ങനെ പറയും എന്ന് വിചാരിച്ച് നോ പറയാതിരിക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അളവ് വിട്ട് പെരുമാറുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ഡിവോഴ്സ് സംഭവിച്ചിട്ടുണ്ട്, ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ട്. ഇതിലേക്കെല്ലാം ചിലപ്പോൾ
അളവ് വിട്ട് പെരുമാറുന്ന കാര്യം നമ്മളെ കൊണ്ട് എത്തിച്ചേക്കാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട 3 വളരെ അപകടകാരികളായിട്ടുള്ള കാര്യങ്ങൾ, അപകടകാരികളായിട്ടുള്ള പാപങ്ങൾ എന്ന് നാം തിരിച്ചറിയേണ്ട, അംഗീകരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് വഴി അറിയാതെ പോകുന്നത്. ഒരു നല്ല ലീഡർ, നേതാവ് എന്ന് പറയുന്നത് വഴി അറിഞ്ഞ വ്യക്തി, ആ വഴിയെ സഞ്ചരിക്കുന്ന വ്യക്തി, ആ വഴിയിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന വ്യക്തി. ലീഡർ ഈസ് സമ്മൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹോസിയയുടെ പുസ്തകം 4-ാം അധ്യായം, ഹോസിയ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം എടുക്കുമ്പോഴോ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നു. വഴി അറിയാതിരിക്കുന്നത് അപകടകരമാണ്. വഴി അറിയാതിരിക്കുന്നത്, യേശുവിനെ അറിയാതിരിക്കുന്നത്, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതിരിക്കുന്നത് ദൈവമക്കൾക്ക് ഒരു ഗുരുതരമായ പാപമായിട്ട് അവർ കാണണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-28 വചനങ്ങൾ. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പാപത്തിൽ മരിക്കാൻ നമ്മൾ വ്യഭിചാരം, കൊലപാതകം അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യണമെന്നില്ലെന്ന്. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തവര് മാരകമായ പാപത്തിലാണ്. രണ്ടാമത്തെ കാര്യമാണ് വഴി അടയ്ക്കുന്നത്. നമുക്കാണെങ്കിൽ സാധിക്കും വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. ദൈവം വഴി അടച്ച ഒരു രംഗം. പക്ഷെ അത് ഇസ്രായേൽക്കാരുടെ പാപം മൂലമാണ്. അവരെ ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇന്ന് പലരും മറ്റുള്ളവരുടെ വഴി അടയ്ക്കുന്നത് അവരുടെ സ്വാർത്ഥത കൊണ്ടാണ്. അവരുടെ തന്നെ സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരുന്ന വ്യക്തികളെ ഇന്ന് നമ്മൾ കണ്ടെന്ന് വരും. ജെറമ്യ 30-ാം അധ്യായം അതിൻ്റെ 14-17 വചനങ്ങൾ എടുക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മുറിപ്പെടുത്തിയെങ്കിലും ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ എൻ്റെ പക്കലേക്ക് തിരിയാൻ വേണ്ടിയാണ്. തിരിയുമ്പോൾ നിൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും. മൂന്നാമത്തേതാണ് വഴി തെറ്റിക്കുന്നത്. മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു പാവമാണ്. മത്തായി 18-6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതിനേക്കാൾ ഭേദം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗൗരവമുള്ള 3 പാപങ്ങൾ ഒഴിവാക്കി ജീവിക്കാനും ക്രിസ്ത്യാനികൾക്ക് ഭൂഷണമായ ആ 3 കാര്യങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.